ഇന്ന് മലയാളികൾക്ക് ഞാൻ മലയാളിയാണ് എന്ന് പറഞ്ഞ് അഭിമാനിക്കാം. പോരാത്തതിന് ഞാൻ മമ്മൂട്ടിയുടെ നാട്ടുകാരനാണ്, ഞാൻ കേരളക്കാരനാണ് എന്ന് പറഞ്ഞേക്ക് ഒരുപാട് അഭിമാനം കൊള്ളാം. കാരണം വേൾഡ് ആക്ടർമാർക്ക് തന്നെ മാതൃകയായിക്കാണ് നമ്മുടെ മമ്മൂട്ടി സാർ. കാരണം പറഞ്ഞാൽ കളംകാവൽ എന്നുള്ളൊരു സിനിമ ചിത്രീകരണത്തിലൂടെ ഒരു വ്യത്യസ്തതയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുവരെ നടനായിട്ട് അഭിനയിച്ച മമ്മൂക്ക വില്ലനാവുന്നു. എല്ലാ പടത്തിനും വില്ലനായിട്ട് അഭിനയിച്ച നമ്മുടെ എല്ലാമായ വിനായകൻ നടനാണ്. പക്ഷെ മമ്മൂട്ടിൻ്റെ ഏറ്റവും കൂടുതൽ വിജയം എന്ന് പറയുമ്പോഴത്തേക്ക് അയാൾ സിനിമയാണ് സ്നേഹിക്കുന്നത്. സിനിമയിൽ ഏത് വേഷം തന്നാലും ഞാൻ ചെയ്തോളാം എന്നുള്ളൊരു വാക്യം പ്രഖ്യാപിച്ചുകൊണ്ട് പോകുന്നൊരു വ്യക്തിയാണ്. ഞാൻ പ്രേക്ഷകരിലോട്ട് കിടക്കാം. 25 മാത്രമല്ല 2026 തൂക്കി. ഞെട്ടിയൊന്നല്ല, ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അടുത്ത എന്താണെന്ന് അറിയാനായിട്ട് ഒരു ആകാംക്ഷ ഉണ്ടല്ലോ, അതായിരുന്നു. പൊളി എന്ന് പറഞ്ഞാൽ വേറെ ലെവല് പൊളി, വൻ പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനായകൻ ചേട്ടൻ വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവല്, മമ്മൂക്ക ഒന്നും പറയാനില്ല. രണ്ടുപേരെ മേടിക്കണം ശരിക്കും പറയുകയാണെങ്കിൽ. വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവല്, ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഹാപ്പിയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു. സൂപ്പർ, ഒരു രക്ഷ, അടിപൊളി മൂവി, നല്ല സസ്പെൻസും അതേപോലെ അടിപൊളി ക്ലൈമാക്സ് ഒക്കെ വെച്ചിട്ടുള്ള സൂപ്പർ മൂവി, അടിപൊളി. മമ്മൂട്ടിൻ്റെ വേറെ പെർഫോമൻസ്, വേറെ ലെവൽ പെർഫോമൻസ്. വിനായകൻ അതിലും സൂപ്പർ. വിനായകനൊക്കെ വേറെ ഒരു വെറൈറ്റി പോലീസ് ഓഫീസറാണ് വിനായകൻ. ടോട്ടലി അടിപൊളി, അടിപൊളി, സൂപ്പർ പെർഫോമൻസ്. മമ്മൂട്ടിന്റെ ആ പെർഫോമൻസ് ഒക്കെ വേറെ ലെവലാണ്. വില്ലനിസം സൂപ്പർ, ഭയങ്കര നല്ലതായിരുന്നു. ഞാനൊരു വലിയ മമ്മൂക്ക ഫാനാണ്. അതുകൊണ്ട് മമ്മൂക്ക ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ഡെഫിനറ്റ്ലി സിനിമയാണ്. മമ്മൂക്കയുടെ വില്ലൻ റോൾ വിത്ത് വെരി സട്ടിൽ എക്സ്പ്രഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. വില്ലൻ റോളിന് ഭയങ്കര വേറെ ലെവലിലാണുള്ളത്. ഓ വെരി നൈസ്. ശരിക്കും നമുക്ക് അങ്ങനെ അവർ അങ്ങനെയൊന്നും തോന്നില്ല. നമ്മൾ അത്രയും കഥയിൽ എൻഗ്രോസ്ഡ് ആയിരിക്കും സിനിമ കാണുമ്പം. അത്രയും ബിലീവബിൾ ആണ്. ഈവൻ വിനായകൻ സാറിന്റെ റോളായാലും ആള് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പോലീസുകാരനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഒരു ബോഡി ലാംഗ്വേജിൽ തന്നെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഭയങ്കര നന്നായിട്ടുണ്ട്. എന്താണ്? ഓ ഡെഫിനറ്റ്ലി, ഇത് വ്യത്യസ്തമായ സ്റ്റോറി. ഇങ്ങനെ ഒരു ക്യാരക്ടർ ഇപ്പം മമ്മൂക്ക ഇസ് ഡെഫിനറ്റ്ലി എക്സ്പെരിമെന്റിങ്. നമുക്കൊക്കെ അറിയാലോ, അത്രയും അടിപൊളി സിനിമകൾ വന്നിട്ടുണ്ട്. ഇതും വൺ ഓഫ് ദ ഡിഫറെന്റ് രീതിയിലുള്ള എക്സ്പെരിമെന്റ്സ് ആണ്. ആൻഡ് ഡെഫിനറ്റ്ലി എനിക്ക് ഇറ്റ് വർക്ക് വെരി വെൽ. ആൻഡ് മമ്മൂട്ടി ഫാൻസ് ആൾക്കാർക്കൊക്കെ ഇന്നും അഭിമാനിക്കാം. ഞാൻ മമ്മൂട്ടി ഫാനാണെന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ ഇതൊക്കെ കണ്ടല്ലോ. സംഭവം പറയുമ്പോഴത്തേക്ക് ഇതിൽ ഒന്നില്ലെങ്കിലും ഒരു 300 കോടിൻ്റെ അടുത്ത് വരുമാനം വരുന്നിട്ടുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഇതുപോലത്തെ ഒരുപാട് മലയാള സിനിമയിൽ വരണമെന്ന് ഞാൻ ഒരുപാട് ഉറക്കെ വിറ്റ് പറയുന്നുണ്ട്. കാരണം പറയുമ്പോഴത്തേക്ക് ഇതാണ് സിനിമയാണ് ഇത്. ഇതുപോലത്തെ ഒരു സിനിമ ഇനിയും വരണം. അടുത്ത കാലത്തൊന്നും ഞാൻ ഇതുപോലത്തെ സിനിമ കണ്ടിട്ടില്ല. നല്ല അടിപൊളിയായിരുന്നു. ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ഒരു പാട് വിട്ടെങ്കിലും നല്ല അടിപൊളിയായിരുന്നു. സിനിമ ഒക്കെ കണ്ട മതിയാവാത്ത സിനിമയാണ്. എൻ്റെ പ്ലാൻ നാളെ ഒന്നും കൂടി കാണണമെന്ന് പറഞ്ഞാൽ അതുപോലത്തെ സിനിമ. വിനായകൻ തരുമ്പോഴത്തേക്ക് മാതൃകയാണ് സിനിമയ്ക്ക്. എൻ്റെ മലയാള സിനിമ ഭരിക്കുന്നത് അത് വിനായകനായിരിക്കും. അമ്മാതിരിയുള്ള പോലീസുകളും അടിപൊളിയായിരുന്നു. അപ്പോൾ കാണാത്ത ആൾക്കാരൊക്കെ കാണണം. നല്ല അടിപൊളിയായ സിനിമയാണ്. ഒരു ഫാമിലിക്കൊക്കെ പോയി ഇരുന്ന് കാണാനുള്ള സിനിമയാണ്. പക്ഷെ നല്ല അടിപൊളിയായിരുന്നു. ഇത് നിർമ്മിച്ച ഡയറക്ടർമാർക്കും സംവിധായകന്മാർക്കും പിന്നെ പ്രൊഡ്യൂസർമാർക്കും ഒരുപാട് വർക്ക് ചെയ്ത ഒരുപാട് ആൾക്കാർക്കും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. വീണ്ടും ഒരു കാര്യം പറയാം, നിങ്ങൾ കഷ്ടപ്പെട്ടതിലേക്ക് നല്ല അടിപൊളി സിനിമയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് ഒക്കെ വിച്ചാപിച്ച് കുറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.